നമ്മുടെ ജീവിതം എന്നത് നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ്. നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ സമയം പാഴാക്കരുത്. കാരണം ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം. മറ്റുള്ളവരെ അവർ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾക്കായി സഹായിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുവാൻ നിങ്ങൾക്കും സാധിക്കും. ജീവിതത്തിൽ നിങ്ങൾ ആരെയും വില കുറച്ച് കാണരുത്. ഓർക്കുക, നിലച്ചുപോയ ഘടികാരവും ദിവസത്തിൽ 2 പ്രാവശ്യം നമുക്ക് യഥാർത്ഥ സമയം കാണിച്ചു തരുന്നു. നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി കളിയാക്കും. നിങ്ങൾ സന്തോഷിച്ചിരിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി ചിരിക്കും. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമാകുമ്പോൾ ജീവിതം നിങ്ങളെ സല്യൂട്ട് ചെയ്യും. ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല. പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും അവർ. എന്നാൽ സ്ഥിരതയും ക്ഷമാശീലവും അവരെ വിജയത്തിലേക്ക് നയിക്കുന്നു. ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ. വിജയത്തിലൂടെ കൈവരുന്നതല്ല ശക്തി, നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ശക്തിയെ രൂപീകരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ സ്വയം അടിയറവ് പറയില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് ശക്തി. ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റുകളും നിങ്ങളെ തകർക്കാനുള്ളതല്ല. ചിലത് നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള വാതിലുകൾ മലർക്കെ തുറക്കാനുള്ളതാണ്. നമ്മൾ ജീവിതത്തിലെ ഒരു ദിവസത്തെയും വെറുക്കരുത്. നല്ല ദിവസങ്ങൾ സന്തോഷം തരുന്നു, മോശം ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു. അത് മനസ്സിലാക്കി മുന്നോട്ടു പോകുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം ദൈവത്തിന്റെ തീരുമാനങ്ങളാണ്. അതിൽ പിഴവുകൾ സംഭവിക്കില്ല, തീർച്ചയാണ്. കാത്തിരിക്കുക. ഒരു ദുഃഖത്തിനപ്പുറം ഒരു സന്തോഷം വരാനുണ്ട്. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് അതിനായി പ്രയത്നിക്കുക. സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള യാത്രയാണ് ഓരോരുത്തരുടെയും ജീവിതം. ജീവിതമാണ്. പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പിന്തള്ളപ്പെടും, പരിഹസിക്കപ്പെടും. മനുഷ്യനാണ്. മറികടക്കണം, വിജയിക്കണം, കുതിച്ചുയരണം, നേരിടണം. നേരിടാൻ തയ്യാറായി ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിന്നെ മുന്നിലുണ്ടാകും. ജീവിതം 2 കാലുകളാണെന്ന് സങ്കല്പിക്കുക. മുന്നോട്ട് വെച്ച കാലിന് അഹങ്കാരമില്ല, പുറകിലുള്ള കാലിന് ലജ്ജയുമില്ല. കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്ന്. ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ നാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കുമെന്ന ഉറച്ച തീരുമാനം എടുക്കുന്ന സമയം മുതൽ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ താളം തെറ്റുന്ന നിമിഷമുണ്ട്, തളർന്നു വീഴാൻ പോകുന്ന നിമിഷങ്ങളുണ്ട്. താങ്ങി നിർത്തി തണലാകുന്നതെന്തോ അതാണ് നമ്മുടെ ദൈവം. മുന്നോട്ടുള്ള പാതയിലെ കഷ്ടപ്പാടുകൾ ഓർത്ത് പാതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കുന്നവനുള്ളതല്ല വിജയം. എന്തു വന്നാലും ഉറച്ചു മുന്നോട്ട് നീങ്ങുന്നവനുള്ളതാണ്. ഒരിക്കൽ ജീവിതത്തെക്കുറിച്ചോർത്ത് നിങ്ങൾ അഭിമാനിക്കും. എന്തെന്നാൽ പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിരുന്നിട്ടും പ്രതീക്ഷയോടെ ജീവിച്ചതിന്റെ പേരിൽ. നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയുക. പക്ഷേ ചെയ്യുന്നത് എന്തു തന്നെയായാലും മുന്നോട്ട് തന്നെ നീങ്ങുക. മറ്റുള്ളവർ എന്തു കരുതുമെന്ന് വിചാരിച്ച് ജീവിക്കാതെ നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെ ജീവിക്കുക. നമ്മൾ നമ്മളായി ജീവിക്കുക. ഒരു നാൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ജീവിതവും മാറും. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല, മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ്. നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും ചേർന്ന് പോകാനുള്ളത് ചേർന്നു പോകും. എത്ര അകലെയായാലും നമ്മളിലേക്ക് വന്നു ചേരാനുള്ളത് നമ്മളിലേക്ക് തന്നെ വന്നു ചേരും. നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ്. അനുഭവങ്ങളെ പാഠങ്ങളാക്കുക. കാരണം അവയൊക്കെയും പിന്നീടുള്ള ജീവിത പരീക്ഷയിലെ ഉത്തരങ്ങളാണ്. നമ്മൾ കഴിയുന്നതും തിരക്കുള്ളവനാവുക.
അപ്പോൾ നിങ്ങൾക്ക് സങ്കടപ്പെടാൻ സമയം കിട്ടില്ല. ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നാം ഒരിക്കലും തളരാനും പാടില്ല. വീഴ്ചകളിൽ തളർന്നു പോകാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നമുക്കും ഒരു ദിവസമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, ആ സംഭവങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. സന്തോഷം എന്നത് മറ്റൊരാളിൽ നിന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. നമ്മുടെ സന്തോഷം നമ്മൾ സ്വയം കണ്ടെത്തണം. തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമാണ്, എന്നാൽ തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് പ്രയാസമാണ്. നമ്മുടെ മുന്നിൽ ഒരാൾ സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിലും സഹതപിക്കരുത്. സ്വന്തം ജീവിതത്തിൽ ഉള്ളറിഞ്ഞു കരഞ്ഞവരൊക്കെയും ഉയർത്തെഴുന്നേറ്റ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. മഴത്തുള്ളി പതിക്കുന്നത് ഓവുചാലിലാണെങ്കിൽ പാദം കഴുകാൻ പോലും യോഗ്യമല്ല. താമരയിലാണ് മഴത്തുള്ളി പതിക്കുന്നതെങ്കിൽ പവിഴം പോലെ തിളങ്ങും. മഴത്തുള്ളി എപ്പോഴും ഒന്നു തന്നെയാണ്, അത് പതിക്കുന്ന പ്രതലങ്ങളാണ് വ്യത്യസ്തം. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. പരസ്പരം അറിയുമ്പോഴല്ല, എന്റേതെന്ന് അവകാശപ്പെടുമ്പോഴാണ് നമ്മൾ ആഴത്തിൽ സ്നേഹിച്ചു പോകുന്നത്. അത് പ്രണയത്തിലായാലും സൗഹൃദത്തിലായാലും. എനിക്ക് പകരം വയ്ക്കാൻ നിനക്ക് ഈ ലോകത്ത് ആരെ കിട്ടിയാലും നിനക്ക് പകരമായി എനിക്ക് ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന സൗഹൃദങ്ങളാണ് എന്നും നമുക്ക് വേണ്ടത്. നല്ല ചങ്ങാതികളാവട്ടെ നമ്മുടെ കൈമുതൽ. സന്തോഷത്തോടെയുള്ള ജീവിതമാകട്ടെ നമ്മുടേത്.